തോട്ടപ്പള്ളി മണലെടുപ്പ് കരാർ അട്ടിമറിച്ച് IREL 1,00,000 ടൺ ഇൽമനൈറ്റ് ശശിധരൻ കർത്തയുടെ CMRL-ന് മറിച്ചുവിറ്റു. കിട്ടുന്ന ഇൽമനൈറ്റ് മുഴുവൻ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMML-ന് മാത്രമേ കൊടുക്കാവൂ എന്ന നിബന്ധനയാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL അട്ടിമറിച്ച് ശശിധരൻ കർത്തയെ സഹായിച്ചത്. തോട്ടപ്പള്ളി ഖനനം തുടങ്ങുന്നതിന് മുൻപും ഖനനം താൽക്കാലികമായി നിർത്തിയ ശേഷവും ഒരു ലോഡ് ഇൽമനൈറ്റ് പോലും IREL-ന് കർത്തയുടെ കമ്പനിക്ക് കൊടുക്കാനായില്ലെന്ന ഇ-വേ ബിൽ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തുടരുന്നു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMML-നും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-നും കടുത്ത കരിമണൽ ക്ഷാമമാണ്. അതിനിടയിലാണ് തോട്ടപ്പള്ളിയിലെ പ്രളയജലം ഒഴുക്കിക്കളയാനെന്ന പേരിൽ മണൽ നീക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത്. 2019 മെയ് 31-ന് KMML-നായിരുന്നു മണൽ നീക്കാൻ ചുമതല കൊടുത്തത്. പിന്നാലെ കരിമണൽ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-ലുമായി KMML ധാരണയുണ്ടാക്കി. പകുതി മണലെടുക്കാം, പക്ഷേ അതിൽ നിന്നുണ്ടാക്കുന്ന മുഴുവൻ ഇൽമനൈറ്റും KMML-ന് തന്നെ നേരത്തെ തീരുമാനിച്ച വിലയനുസരിച്ച് തരണം. IREL-ന്റെ ചുമതലയിൽ 8ാമതായി ഇത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL അട്ടിമറിച്ചു. 20 ടൺ ഭാരം വരുന്ന 2500 ലോഡ് ഇൽമിനേറ്റാണ് ശശിധരൻ കർത്തയുടെ CMRL-ലേക്ക് മറിച്ചുവിറ്റത്. 2019 ജനുവരി മുതൽ 2019 ജൂൺ വരെയുള്ള ഇ-വേ ബില്ലുകൾ നോക്കാം. ഒരു ലോഡ് ഇൽമിനേറ്റ് പോലും IREL-ന് ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് കൊടുക്കാനില്ല. കരാർ കിട്ടിയതിന് പിന്നാലെ, അതായത് 2019 ജൂലൈ 19-ന് ആദ്യ ലോഡ് ഇൽമിനേറ്റ് കർത്തയുടെ CMRL-ലേക്ക് പോയി. അവിടുന്ന് അങ്ങോട്ട് ഓരോ വർഷവും 10 മാസം വീതം ശരാശരി 50 ലോഡെങ്കിലും CMRL-ലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ 4 വർഷം. അതിൽ തന്നെ 100 ലോഡിലേറെ ഇൽമിനേറ്റ് കിട്ടിയ മാസം പോലുമുണ്ട്. തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങുന്നതിൻ്റെ 6 മാസം മുമ്പും ഖനനം താൽക്കാലികമായി നിർത്തിവെച്ച് 1 മാസം കഴിഞ്ഞ ശേഷവും ഒരു ലോഡ് പോലും ഇൽമിനേറ്റ് IREL CMRL-ന് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് CMRL-ലേക്ക് ഇത്രയേറെ ലോഡ് ഇൽമിനേറ്റ് വന്നത്? ആരാണ് ഈ അട്ടിമറിക്ക് പിന്നിൽ? തോട്ടപ്പള്ളിയിലെ ഈ ഖനനം CMRL-ന് കൂടി വേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടത്. റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ. TV പ്രസാദ്, നമ്മുടെ അന്വേഷണ പരമ്പരയിലെ റിപ്പോർട്ടുകൾ നമ്മൾ ഒന്നൊന്നായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഇടപാടിന്റെ മറവിൽ മറ്റൊരു ഇടപാട് നടത്താൻ ഇവർക്ക് വഴിയൊരുങ്ങിയത്? അതിനാവശ്യമായ സഹായം എങ്ങനെയാണ് കിട്ടിയത്? അതിനുള്ള ലൂപ്പ് ഹോൾസ് ആ കരാറിൽ ഉണ്ടായിരുന്നു? തോട്ടപ്പള്ളിയിൽ മണൽ ഖനനം തുടങ്ങിയതിന് ശേഷം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL വ്യാപകമായി ഇൽമിനേറ്റ് ശശിധരൻ കർത്തയുടെ കമ്പനിയായ CMRL മറിച്ചുവിറ്റു എന്നതിൻ്റെ രേഖകളാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ 2019 മെയ് മാസം 31-നാണ് തോട്ടപ്പള്ളിയിൽ മണൽ നീക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുന്നത്. ഉത്തരവ് പ്രകാരം KMML-ലായിരുന്നു ചുമതല. KMML കിട്ടുന്ന മണലിൽ പകുതി കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-ലുമായി ധാരണയുണ്ടാക്കി. ആ ധാരണാപത്രത്തിൽ ഇങ്ങനെ പറയുന്നു: പകുതി മണൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ആ എടുക്കുന്ന മണലിൽ നിന്നുണ്ടാക്കുന്ന മുഴുവൻ ഇൽമിനേറ്റും നേരത്തെ നിശ്ചയിച്ച തുകക്ക് KMML-ന് തന്നെ തിരിച്ചു തരണം എന്നാണ് പറഞ്ഞത്. കടുത്ത മണൽക്ഷാമമാണ് ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ തീരങ്ങളിൽ. പലയിടത്തും കരിമണൽ കിട്ടാനില്ല. അങ്ങനെയാണ് തോട്ടപ്പള്ളിയിലെ ഈ പറയുന്ന മണൽ നീക്കം പിന്നീട് കരിമണൽ ഖനനമായി മാറുന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നതും. അങ്ങനെ IREL-ന് മണൽ കിട്ടിത്തുടങ്ങിയതോടെ വ്യാപകമായി ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് അവർ ഇൽമിനേറ്റ് കൊടുത്തു തുടങ്ങി എന്നാണ് ഇ-വേ ബില്ലുകൾ വഴി റിപ്പോർട്ടർ തെളിയിക്കുന്നത്. അതായത് 2019 ഓഗസ്റ്റ് മാസം മുതലാണ് IREL-ന് മണൽ കിട്ടിത്തുടങ്ങുന്നത്. ആ ജൂൺ മാസം വരെ, അതായത് അതിന് മുമ്പുള്ള 6 മാസം പരിശോധിച്ചാൽ ഒരു ലോഡ് പോലും ഇൽമിനേറ്റ് കൊടുക്കാൻ IREL-ന് കഴിഞ്ഞിരുന്നില്ല ശശിധരൻ കർത്തയുടെ കമ്പനിക്ക്. പക്ഷേ അവിടെ ഖനനം തുടങ്ങിയതിന് ശേഷം ഒരു മാസം ശരാശരി 50 ലോഡ് വെച്ചാണ് ഇൽമിനേറ്റ് ശശിധരൻ കർത്തയുടെ കമ്പനിയിലേക്ക് പോയത്. അതിൽ തന്നെ 2022 ഫെബ്രുവരി മാസം 114 ലോഡുകളാണ് പോയത്. 2023 മാർച്ച് മാസം 134 ലോഡുകളാണ് പോയത്. ഒരു വർഷം 2 മാസത്തെ ഗ്യാപ്പ് വെച്ചാൽ തന്നെ 10 മാസത്തിനിടെ 50 ലോഡ് ശരാശരി വെച്ച് ഏതാണ്ട് 2500 ലോഡിലധികം
CMRLന് ഇൽമിനേറ്റ് കിട്ടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20 ടണ്ണിൻ്റെ ലോഡാണ് സാധാരണ ചവറയിൽ നിന്ന് വരുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇൽമിനേറ്റ് ഉണ്ടാക്കേണ്ട അസംസ്കൃത വസ്തു തൊട്ടടുത്ത് നിന്ന് കിട്ടിത്തുടങ്ങിയതോടെയാണ് CMRLന് വലിയ ലാഭമുണ്ടായത്. അങ്ങനെയാണ് ഈ പറയുന്ന തോട്ടപ്പള്ളിയിലെ മണൽ ഖനനത്തിൻ്റെ യഥാർത്ഥ ഉപഭോക്താവ് ശശിധരൻ കർത്ത കൂടിയാണ് എന്നതിൻ്റെ തെളിവുകളിലേക്ക് ഞങ്ങൾ എത്തുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും. ഒരു കാര്യം വ്യക്തമാണ്, MOU അട്ടിമറിച്ച് KMMLന് കിട്ടേണ്ട, സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ഇൽമിനേറ്റാണ് ശശിധരൻ കർത്തയ്ക്ക് വ്യാപകമായി കൊടുത്തത്. ഇനിയിപ്പോൾ ഭാവിയിൽ ഇൽമിനേറ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാൻ ഒരുപക്ഷെ മറ്റു മാർഗമില്ല. വലിയ അട്ടിമറിയാണ് നടന്നത് എന്നുള്ള അന്വേഷണ വിവരങ്ങളാണ് TV പ്രസാദ്, ഞങ്ങളുടെ SIT മേധാവി, ഇപ്പോൾ വ്യക്തമാക്കിയത്. ഈ അന്വേഷണ പരമ്പരയിലെ അടുത്ത റിപ്പോർട്ടും വരും ദിവസങ്ങളിൽ നമ്മൾ സംപ്രേഷണം ചെയ്തു.